അടിപൊളി. വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് ദേ വന്ന് കയറിയതേ ഉള്ളൂ. നിൽക്കാൻ സമയമില്ലാത്തോണ്ട് വേഗം അടുക്കള കയറി. അപ്പൊ ആദ്യത്തെ പാക്കറ്റ് കൊഞ്ചു പൊട്ടിച്ചിട്ട് കേട്ടോ, അത് ഏട്ടൻ മാത്രമേ കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് വളരെ കുറച്ച് വാങ്ങിച്ചത്. ഇനി ഒരാഴ്ചത്തേക്കുള്ള മീൻ ദാ കട്ട് ചെയ്ത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 3 എടുത്ത് വെച്ചിട്ട് ഇതിൽ ഏത് വറക്കണം എന്നാണ് ഞാൻ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 ചുമപ്പങ്കോര വറക്കാന്ന് വിചാരിച്ചിട്ട് വലിയ 2 ചുമപ്പങ്കോര നോക്കി അങ്ങ് എടുത്തു കേട്ടോ. ബാക്കി മീൻ അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ അങ്ങ് വെച്ചു. ഇനി ഒരാഴ്ചത്തേക്ക് ഈ മീനൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ. എന്റെ ഒരു കണ്ണ് പോകുന്നത് സിനിമയിലോട്ടാണ്. അങ്ങനെ ചട്ടിയൊക്കെ കഴുകി ദാണ്ട നേരെ അടുപ്പത്തോട്ട് വെച്ചു. ഇത് ഫ്രീസറിൽ ഇരുന്നോണ്ടാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത്. എന്നിട്ട് പൂജ ചെയ്യുന്ന പോലെ നമ്മുടെ കരിയാപ്പില എടുത്തിട്ടു. ഒരു പച്ചമുളക് ഉള്ളായിരുന്നു, അതും വെട്ടിക്കീറി അതിൻ്റെ അകത്തോട്ടം ഇട്ടു. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, മുളകുപൊടി മല്ലിപ്പൊടി ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് പൊടികളെല്ലാം കൂടി ഇട്ട് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ തിളയ്ക്കും. ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ ഓരോ മീനായിട്ട് അതിൻ്റെ അകത്തോട്ട് പറക്കി ഇടണം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെറിയ കഷ്ണം ആക്കാം കേട്ടോ. ഞാനാണെങ്കിൽ വലിയ കഷ്ണം ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മീൻ അരപ്പൊക്കെ തേച്ചിട്ട് ഇങ്ങനെ തപ്പിയപ്പോൾ മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാക്കറ്റിലെ മുളക് പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ അരപ്പൊക്കെ തേച്ച് ഞാൻ കണ്ടോ ഇവനെ അങ്ങോട്ട് പൊരിക്കണം. അങ്ങനെ എൻ്റെ മീൻ്റെ അരപ്പൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിടന്ന അരപ്പിലോട്ട് നമ്മുടെ കൊഞ്ചെല്ലാം കൂടി ഇട്ട് വിരവി ദാണ്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു. ഒരുപാട് നേരം വച്ചോണ്ടിരിക്കാൻ സമയമില്ല, കാരണം എൻ്റെ അണ്ടകടാകം തെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിങ്ങനെ മുരിയുന്ന സൗണ്ട് ഉണ്ടല്ലോ, അയ്യോ അടിവയറ്റിൽ നിന്ന് മഞ്ഞ് പെയ്യുന്ന സുഖം ഇതാണ് എനിക്ക്. മീൻ തിരിച്ചിടുന്ന വഴിക്ക് ദേ എണ്ണ തെറിച്ച്. അയ്യോ ഇനി ആ ഗ്യാസ് മൊത്തം ഞാൻ തുടച്ച് വൃത്തിയാക്കണം, അതാണ് ഇപ്പോൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം തുടച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മൂട് പോയി. ഇനി കഴിക്കാനുള്ള മൂടേ ഉള്ളൂ. അയ്യോ എല്ലാം കൂടെ കുഴച്ചിരുന്നിട്ട് ഇങ്ങനെ മാക്കം ഇരുന്നും കഴിച്ച്. അടിപൊളി, ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ മേലെയായിരുന്നു. അങ്ങനെ ഞാൻ ആ ചോറ് മൊത്തം ഇരുന്ന് മാക്കം കഴിച്ച് തീർത്തിട്ട് പോയി അങ്ങ് നടുനിവർത്തി കിടന്നു. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ, സീ യു.